എല്ലാ ടെൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണിത്. ടെൻസ് മാത്രമല്ല മോഡൽ വെർബ്സും ഉണ്ട്. സോ ലെസൺ മുഴുവൻ കാണുക. യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസന്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. ഞാൻ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? നമുക്കിവിടെ ഹു എന്ന പ്രൊനൗൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹും എന്ന പ്രൊനൗൺ ഉപയോഗിക്കാം. ഗ്രാമർ അനുസരിച്ച് ഹും ആണ് കറക്റ്റ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. നോർമലി നമ്മൾ മോഡേൺ ഇംഗ്ലീഷിൽ ഹും അധികം ഉപയോഗിക്കാറില്ല, അതിന് പകരം ഹു തന്നെയാണ് യൂസ് ചെയ്യാറ്. ഹു ഷുഡ് ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ ഹും ഷുഡ് ഐ കോണ്ടാക്ട്. ഞാൻ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? ഇവിടെ ടു എന്ന പ്രിപ്പോസിഷൻ അവസാനം ഉപയോഗിക്കേണ്ട, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇതിന്റെ ആൻസറായി മാനേജരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് പറയണമെന്ന് കരുതുക. അത് നമ്മൾ എങ്ങനെ പറയാം? യു ഷുഡ് കോണ്ടാക്ട് ദ മാനേജർ അല്ലെ. ടു എന്ന പ്രിപ്പോസിഷൻ അതിൽ എവിടെയും വരുന്നില്ല, ക്വസ്റ്റ്യനിലും അതുകൊണ്ട് തന്നെ ടു വരുന്നില്ല. ഹു ഷുഡ് ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ ഹും ഷുഡ് ഐ കോണ്ടാക്ട്. കോണ്ടാക്ടിന് ശേഷം ടു ഇല്ല. ഒരു ലോങ് ഡ്രൈവിന് പോയാലോ? പല രീതിയിൽ നമുക്ക് ചോദിക്കാം. ഷോൾ ഉപയോഗിച്ച് ചോദിക്കാം. ഷോൾ വി ഗോ ഫോർ എ ലോങ് ഡ്രൈവ്, അല്ലെങ്കിൽ ഹൗ അബൌട്ട് ഉപയോഗിച്ച് ചോദിക്കാം. ഹൗ അബൌട്ട് ഗോയിങ് ഫോർ എ ലോങ് ഡ്രൈവ്. ഒരു ലോങ് ഡ്രൈവിന് പോയാലോ? പോയാൽ എങ്ങനെയിരിക്കും? ഹൗ അബൌട്ടിന് ശേഷം ING ഫോം വേണം യൂസ് ചെയ്യാൻ. വൈ നോട്ട് ഉപയോഗിച്ച് നമുക്കിത് ചോദിക്കാം. വൈ നോട്ട് ഗോ ഫോർ എ ലോങ് ഡ്രൈവ്. വൈ നോട്ടിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. ഞാനൊരു പുതിയ കാർ വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഞാനൊരു കാര്യം ആലോചിക്കുന്നു എന്ന് പറയാൻ ഐ എം തിങ്കിങ് ഓഫ്. ഐ എം തിങ്കിങ് ഓഫ് ബൈയിങ് എ ന്യൂ കാർ. എന്താണ് നിനക്ക് തോന്നുന്നത്? എന്താണ് നിന്റെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക്? ഐ എം തിങ്കിങ് ഓഫ് ബൈയിങ് എ ന്യൂ കാർ. വാട്ട് ഡു യു തിങ്ക്? അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നിനക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ തിങ്കിന്റെ ING ഫോം യൂസ് ചെയ്യരുത്. ആലോചിക്കുന്നത് എന്ന് പറയുമ്പോൾ തിങ്കിന്റെ ING ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ എം തിങ്കിങ് ഓഫ് ബൈയിങ് എ ന്യൂ കാർ. ഐ തിങ്ക് ഓഫ് അല്ല, ഐ എം തിങ്കിങ് ഓഫ്. നമുക്ക് വേണമെങ്കിൽ പോലീസിനെ സമീപിക്കാം. പോലീസിനെ സമീപിക്കാം എന്ന് പറയുന്നത് നമുക്ക് അപ്രോച്ച് ദ പോലീസ് എന്ന വെർബ് യൂസ് ചെയ്യാം. വി കുഡ് അപ്രോച്ച് ദ പോലീസ്. വേണമെങ്കിൽ നമുക്കിവിടെ ക്യാൻ ഉപയോഗിക്കാം. ക്യാൻ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഡയറക്റ്റ് ആയ ഒരു സജഷൻ ആയി പോകും. കുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ വേണമെങ്കിൽ എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് കൂടി താല്പര്യമാണെങ്കിൽ നമുക്ക് പോലീസിനെ സമീപിക്കാം. വി കുഡ് അപ്രോച്ച് ദ പോലീസ്. അപ്രോച്ചിന് പകരം നമുക്ക് ഗോ ടു എന്ന വെർബും യൂസ് ചെയ്യാം. വി കുഡ് ഗോ ടു ദ പോലീസ്. നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായിട്ട് പോവാം. നിന്റെ ഫ്രണ്ട്സിന് നിനക്കൊരു പാർട്ടി കൊടുത്തുകൂടെ? ഞാൻ ഫ്രണ്ട് എന്നാണ് എഴുതിയത്, എങ്ങനെയാലും കുഴപ്പമില്ല. വൈ നോട്ട് ഹാവ് എ പാർട്ടി ഫോർ യുവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്. വൈ നോട്ട് ഹാവ് എ പാർട്ടി ഫോർ യുവർ ഫ്രണ്ട്സ്. ഹൗ അബൌട്ട് ഹാവിങ് എ പാർട്ടി ഫോർ യുവർ ഫ്രണ്ട്സ്? അങ്ങനെയും ചോദിക്കാം. നിനക്ക് ലഭിച്ച സർവീസിൽ നീ ഹാപ്പി അല്ലെങ്കിൽ നിനക്ക് റീഫണ്ട് ചോദിക്കാം. നീ ഹാപ്പി അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഹാപ്പി. നിനക്ക് ലഭിച്ച സർവീസിൽ വിത്ത് ദ സർവീസ് യു റിസീവ്ഡ്. ഹാപ്പിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്. ഇഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് ദ സർവീസ് യു റിസീവ്ഡ്. നിനക്ക് റീഫണ്ട് ചോദിക്കാം. ആക്ച്വലി ഇത് ടൈപ്പ് 1 കണ്ടീഷണൽ ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ ക്ലോസിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുക ക്യാൻ ആണ്. നമുക്കിവിടെ കുഡ് ഉപയോഗിക്കാം. യു ക്യാൻ ആസ്ക് ഫോർ എ റീഫണ്ട് എന്ന് പറയാം. യു കുഡ് ആസ്ക് ഫോർ എ റീഫണ്ട് എന്നും പറയാം. ക്യാൻ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഡയറക്റ്റ് ആയി. കുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നൊരർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് ദ സർവീസ് യു റിസീവ്ഡ് യു കുഡ് ആസ്ക് ഫോർ എ റീഫണ്ട്. ടൈപ്പ് 1 കണ്ടീഷണലിന്റെ ഫോം അനുസരിച്ച് നമുക്ക് ഇവിടെ വേണ്ടത് ക്യാൻ ആണ്. കുഡും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇന്നത്തെ ക്ലാസ് നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഒരുപാട് കാലമായി എന്ന് പറയാൻ ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്ന് പറയാം. നമ്മൾ കണ്ടിട്ട്, നമ്മൾ കണ്ടു. വി മെറ്റ്. നമ്മൾ കണ്ടിട്ട് സിൻസ് വി മെറ്റ്. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്ക് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്നതിന് പകരം ഇറ്റ് ഈസ് എ ലോങ് ടൈം എന്നും പറയാം. ഗ്രാമർ അനുസരിച്ച് ഇത് തന്നെയാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇൻഫോർമൽ സ്റ്റൈലിലാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. ഇറ്റ്സ് എ ലോങ് ടൈം എന്ന് പറയാം. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്നതാണ് കുറച്ചുകൂടി കറക്റ്റായ വേർഷൻ. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. വി ഹാവിൻ മെറ്റ് ഇൻ എ ലോങ് ടൈം അല്ലെങ്കിൽ വി ഹാവിൻ മെറ്റ് ഫോർ എ ലോങ് ടൈം. നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസിൽ നമുക്ക് ഡ്യൂറേഷന് മുന്നിൽ ഫോർ തന്നെ ഉപയോഗിക്കണം നിർബന്ധമില്ല, ഇൻ ഉപയോഗിക്കാം. വി ഹാവിൻ മെറ്റ് ഇൻ എ ലോങ് ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം എന്ന് പറയാം. അഫർമേറ്റീവ് സെന്റൻസസിൽ ഇങ്ങനെ ഇൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവിടെ നമ്മൾ ഈ ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി ഫോർ തന്നെയാണ് യൂസ് ചെയ്യുക. വീട്ടിലെത്തിയപ്പോൾ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഐ വാസ് വെരി ടയേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഫെൽറ്റ് വെരി ടയേർഡ് എന്ന് പറയാം. ഐ ഫെൽറ്റ് വെരി ടയേർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ക്ഷീണം തോന്നി എന്നാണ്. വീട്ടിലെത്തിയപ്പോൾ വെൻ ഐ ഗോട്ട് ഹോം
ഐ വാസ് വെരി ടയേർഡ് വെൻ ഐ ഗോട്ട് ഹോം, അല്ലെങ്കിൽ ഐ ഫെൽറ്റ് വെരി ടയേർഡ് വെൻ ഐ ഗോട്ട് ഹോം. അതുകൊണ്ട് ഞാൻ നേരെ കിടക്കാൻ പോയി, ഞാൻ നേരെ ഉറങ്ങാൻ പോയി. അതുകൊണ്ട് സോ. ഞാൻ പോയി, ഐ വെന്റ്, നേരെ സ്ട്രെയിറ്റ് ടു ബെഡ്. ഐ ഫെൽറ്റ് വെരി ടയേർഡ് വെൻ ഐ ഗോട്ട് ഹോം, സോ ഐ വെന്റ് സ്ട്രെയിറ്റ് ടു ബെഡ്. ഞാൻ നേരെ കിടക്കാൻ പോയി. ഐ ഫെൽറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വാസ് എന്ന് പറയാം. 3 ക്ലോസിലും നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഏകദേശം ഒരേ സമയം നടക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ 3 ക്ലോസിലും ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ എത്തുമ്പോൾ വീടാകെ നിശബ്ദമായിരുന്നു. വീട് നിശബ്ദമായിരുന്നു. ദ ഹൗസ് വാസ് വെരി ക്വയറ്റ്. ഞാൻ എത്തുമ്പോൾ വെൻ ഐ ഗോട്ട് ഹോം. ഇവിടെ നമ്മൾ ആക്ച്വലി ആദ്യം പറഞ്ഞത് ഹൗസ് എന്നാണ്, കാരണം നമ്മൾ സംസാരിക്കുന്ന ആ ബിൽഡിങ്ങിനെ കുറിച്ചാണ്. ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ബിൽഡിങ്ങിനോട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ സൂചിപ്പിക്കാനാണ് പിന്നെ അവിടെ ഹോം എന്ന ഒരു നൗൺ ഉപയോഗിക്കുന്നത്. ഹൗസ് എന്ന് പറയുമ്പോൾ ആ കെട്ടിടം, ഹോം നമുക്ക് അതിനോട് തോന്നുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ദ ഹൗസ് വാസ് വെരി ക്വയറ്റ് വെൻ ഐ ഗോട്ട് ഹോം. എല്ലാവരും ഉറങ്ങാൻ പോയിരുന്നു. ഞാൻ എത്തുമ്പോഴേക്കും എല്ലാവരും പോയിരുന്നു. ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ച 2 പാസ്റ്റ് ടെൻസ് ആണ്. രണ്ടും ഒരേ സമയം നടന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഉറങ്ങാൻ പോയത് ഞാൻ എത്തുന്നതിന് മുമ്പാണ് അല്ലെ, അതായത് ആദ്യം നടന്ന കാര്യം അതാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. എവരിബഡി ഹാഡ് ഗോൺ ടു ബെഡ്. എല്ലാവരും ഉറങ്ങാൻ പോയിരുന്നു. എവരിബഡി വെന്റ് ടു ബെഡ് അല്ല, ഹാഡ് ഗോൺ ടു ബെഡ്. എല്ലാവരും ഉറങ്ങാൻ പോയിരുന്നു. പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം നടന്നതിനെ കുറിച്ച് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. രണ്ടാമത് നടന്ന കാര്യത്തിനെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ രണ്ടാമത് പിന്നീട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റോ പാസ്റ്റ് കണ്ടിന്യൂസോ മീനിങ്ങിനനുസരിച്ച് യൂസ് ചെയ്യാം. അയാൾ മരിച്ചിട്ട് എത്ര കാലമായി? കണ്ടിട്ട് കുറെ കാലമായി എന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്നാണ് പറഞ്ഞത്. ഇവിടെ എത്ര കാലമായി എന്നാണ് ചോദിക്കേണ്ടത്. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ക്വസ്റ്റ്യൻ ആണ്. ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ? ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്ന് പറയുമ്പോൾ കുറെ കാലമായി. എത്ര കാലമായി എന്ന് ചോദിക്കുമ്പോൾ എത്ര കാലം എന്നതിന് ഹൗ ലോങ്. ഐ ഹാസ് ഇറ്റ് ബീൻ. ഹൗ ലോങ് ഈസ് ഇറ്റ് എന്നും നമുക്ക് ചോദിക്കാം. അത് വളരെ ഇൻഫോർമൽ ആയ സ്റ്റൈലാണ്. കറക്റ്റ് ഹാസ് ഇറ്റ് ബീൻ തന്നെയാണ്. അയാൾ മരിച്ചിട്ട്, അയാൾ മരിച്ചു, ഹി ഡൈഡ്. അയാൾ മരിച്ചിട്ട് സിൻസ് ഹി ഡൈഡ്. ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് ഹി ഡൈഡ്. അയാൾ മരിച്ചിട്ട് എത്ര കാലമായി. ഹൗ ലോങ് ഈസ് ഇറ്റ് സിൻസ് ഹി ഡൈഡ് എന്നും ചോദിക്കാം ഇൻഫോർമൽ സ്റ്റൈലിൽ. എത്ര കാലമായി എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ യൂസ് ചെയ്യാം. നിനക്ക് റേഡിയോ ഓഫ് ചെയ്യാം. യു ക്യാൻ ടേൺ ഓഫ് ദ റേഡിയോ. ദ റേഡിയോ എന്ന് തന്നെ പറയാം. യു ക്യാൻ ടേൺ ഓഫ് ദ റേഡിയോ. ഞാനത് കേൾക്കുകയല്ല, ഞാനിപ്പോൾ അതല്ല ചെയ്യുന്നത്. സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയല്ല എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഐ എം നോട്ട് ലിസണിങ് ടു ഇറ്റ്. നമ്മൾ റേഡിയോ കേൾക്കുക എന്നതിന് ഹിയർ എന്ന വെർബ് അല്ല യൂസ് ചെയ്യുക, ലിസൺ എന്ന വെർബാണ് യൂസ് ചെയ്യുക. ലിസണിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ, ഇവിടെ റേഡിയോ എന്ന ഒബ്ജക്റ്റ് വരുന്നുണ്ട്, നമുക്ക് അതിനിടയിൽ ടു എന്നൊരു പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കണം. ഐ എം നോട്ട് ലിസണിങ് ടു ഇറ്റ്. ഐ എം നോട്ട് ലിസണിങ് ഇറ്റ് അല്ല, ഐ എം നോട്ട് ലിസണിങ് ടു ഇറ്റ്. ആ ഇറ്റ് എവിടെ ഇല്ലെങ്കിൽ, ഇറ്റ് ഇവിടെ റേഡിയോയ്ക്ക് പകരം ഉപയോഗിച്ചിട്ടുള്ള പ്രൊനൗൺ ആണ്. ഇറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ, അതായത് ഒബ്ജക്റ്റ് ഇല്ലാതെ വരുമ്പോൾ പിന്നെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ട. ഐ എം നോട്ട് ലിസണിങ്, ഞാൻ കേൾക്കുകയല്ല, അത്രയേ വേണ്ടൂ. ഇവിടെ ഞാൻ റേഡിയോ കേൾക്കുകയല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഐ എം നോട്ട് ലിസണിങ് ടു ഇറ്റ്. ടു എന്ന പ്രിപ്പോസിഷൻ അവിടെ വേണം. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. ഐ ഫീൽ ടയേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് ടയേർഡ് എന്ന് പറയാം. ഈ ഒരു വെർബ്, ഫീൽ എന്ന ഈ ഒരു വെർബ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഒരേപോലെ ഉപയോഗിക്കാം. മീനിങ്ങിൽ ഡിഫറൻസ് വരുന്നില്ല. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. ഐ ഫീൽ ടയേർഡ്. എനിക്ക് റെസ്റ്റ് വേണം. ഐ നീഡ് എ റെസ്റ്റ്. പൊതുവെ പറയുന്നത് എ റെസ്റ്റ് എന്നാണ്, റെസ്റ്റ് മാത്രമല്ല. ഐ നീഡ് എ റെസ്റ്റ്. എനിക്ക് അല്പം വിശ്രമം വേണം. എ റെസ്റ്റ്. നിങ്ങൾ ഏത് പത്രമാണ് വായിക്കാറ്? ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് ചോദ്യം. അവരുടെ ഒരു റുട്ടീൻ, അത് ഏത് പത്രമാണ് അവർ വായിക്കാറ്. ഇപ്പം എന്താണ് വായിക്കുന്നത് എന്നല്ല ചോദിക്കുന്നത്, ഏത് പത്രമാണ് സാധാരണ വായിക്കാറുള്ളത് എന്നാണ്. ഇത് നമ്മൾ ചോദിക്കുന്നതിന് വേണ്ടി ഏത് ടെൻസാണ് ഉപയോഗിക്കുക? നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ച്, റുട്ടീൻസിനെ കുറിച്ച്, ലൈക്സിനെ കുറിച്ച്, പ്രിഫറൻസസിനെ കുറിച്ച് അതെല്ലാം പറയാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. വിച്ച് ന്യൂസ് പേപ്പർ ഡു യു റീഡ്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. ഇവിടെ സബ്ജക്റ്റ് യു ആണ്, ന്യൂസ് പേപ്പർ അല്ല സബ്ജക്റ്റ്. നിങ്ങൾ ഏത് പത്രമാണ് വായിക്കാറുള്ളത് എന്നാണ് ചോദ്യം. നിങ്ങളാണ് സബ്ജക്റ്റ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡു ആണ്. വിച്ച് ന്യൂസ് പേപ്പർ ഡു യു റീഡ്? ന്യൂസ് പേപ്പർ ഇവിടെ ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ആദ്യം വന്നത് കണ്ടത് സബ്ജക്റ്റ് ആണെന്ന് കരുതരുത്. ഐ റീഡ് മാതൃഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ആ മാതൃഭൂമി ഒബ്ജക്റ്റ് ആണ് അല്ലേ. ഇവിടെ ന്യൂസ് പേപ്പറും ഒബ്ജക്റ്റ് ആണ്.
വിച്ച് ന്യൂസ് പേപ്പർ ഡു യു റീഡ്? നിങ്ങൾ ഏത് പത്രമാണ് വായിക്കാറുള്ളത്? ഇപ്പം എന്താണ് വായിക്കുന്നത് എന്നാണ് ചോദ്യമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. വാട്ട് ആർ യു റീഡിങ്? നിങ്ങൾ എന്താണ് വായിക്കുന്നത്? വാട്ട് ഡു യു റീഡ് അല്ല, വാട്ട് ആർ യു റീഡിങ്. ഈ ചോദ്യം സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ്. അതിനുപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവൾ ഇവിടെ വരാറുണ്ടോ? ഇതും ഒരു ഹാബിറ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. ഡസ് ഷീ കം ഹിയർ? ഷീ സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഡസ് ഉപയോഗിച്ചത്. ഡസ് ഷീ കം ഹിയർ? അവൾ ഇവിടെ വരാറുണ്ടോ? അവൾ വരുന്നുണ്ടോ? ഈ ചോദ്യം അവളുടെ പേഴ്സണലായ ഒരു ഡിസിഷനെ കുറിച്ചുള്ളതാണ്. വരുന്നുണ്ടോ? പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഈസ് ഷീ കമ്മിങ്? അവൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വിൽ ഷീ കം. ഡസ് ഷീ കം ഹിയർ? അവൾ ഇവിടെ വരാറുണ്ടോ? ഈസ് ഷീ കമ്മിങ്? അവൾ വരുന്നുണ്ടോ? വിൽ ഷീ കം? അവൾ വരുമോ? അവൾ 4 ഭാഷകൾ നല്ലതുപോലെ സംസാരിക്കും എന്ന് കാണുമ്പോൾ ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കരുത്. ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. 4 ഭാഷകൾ സംസാരിക്കാനുള്ള അവളുടെ കഴിവിനെ കുറിച്ചാണ്. ഇങ്ങനെ എബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നമുക്ക് ക്യാൻ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചും ഈ കാര്യം പറയാം. അവൾ 4 ഭാഷകൾ നല്ലതുപോലെ സംസാരിക്കും. ഷീ ക്യാൻ സ്പീക്ക് 4 ലാംഗ്വേജസ് വെരി വെൽ. നല്ലതുപോലെ, വളരെ നന്നായി എന്നർത്ഥത്തിലാണ് വെരി വെൽ എന്ന എക്സ്പ്രഷനോടെ യൂസ് ചെയ്യുന്നത്. ഷീ ക്യാൻ സ്പീക്ക് എന്ന് പറയണമെന്നില്ല. സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചും നമുക്ക് ഈ കാര്യം പറയാം. ഷീ സ്പീക്സ് 4 ലാംഗ്വേജസ് വെരി വെൽ. ഇവിടെ ഷീ വിൽ സ്പീക്ക് എന്ന് പറയരുത്. ഷീ സ്പീക്സ്. ഇത് അവൾക്ക് പ്രസന്റിലുള്ള ഒരു എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിവുണ്ട്, അവൾക്ക് നല്ലതുപോലെ പാടാൻ കഴിയും എന്ന് പറയുമ്പോൾ ഷീ സിങ്സ് വെൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ക്യാൻ സിങ് വെൽ. ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്യാൻ ഉപയോഗിച്ചത് പറയാം. എന്തായാലും സിമ്പിൾ ഫ്യൂച്ചർ അല്ല ഉപയോഗിക്കേണ്ടത്. ഞാൻ അവനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, എ ഫ്യൂ ഡേയ്സ് എഗോ. ബിഫോർ അല്ല. ഈ എക്സ്പ്രഷനിൽ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് എഗോ ആണ്. 2 years എഗോ, 10 minutes എഗോ, എ ഫ്യൂ ഡേയ്സ് എഗോ. ഇതിലെല്ലാം എഗോ തന്നെ വേണം ഉപയോഗിക്കാൻ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, 2 വർഷങ്ങൾക്ക് മുമ്പ്, 2 ആഴ്ചയ്ക്ക് മുമ്പ്, 2 മണിക്കൂറിന് മുമ്പ്, എല്ലാത്തിലും എഗോ തന്നെ ഉപയോഗിക്കാം. ഞാൻ അവനെ കണ്ടിരുന്നു. എ ഫ്യൂ ഡേയ്സ് എഗോ എന്നത് ഒരു പാസ്റ്റ് ടൈം എക്സ്പ്രഷൻ ആണ്. എഗോയുടെ കൂടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ കണ്ടിരുന്നു എന്ന് എഴുതിയത് കണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണമെന്ന് കരുതരുത്. സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. എഗോ എന്ന അഡ്വർബിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കാം. ഞാൻ അവനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു. ഐ സോ ഹിം, അല്ലെങ്കിൽ ഐ മെറ്റ് ഹിം എ ഫ്യൂ ഡേയ്സ് എഗോ. ഐ ഹാവ് സീൻ അല്ല, ഐ സോ ഹിം എ ഫ്യൂ ഡേയ്സ് എഗോ. എഗോ എന്ന അഡ്വർബിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ എല്ലായ്പ്പോഴും ഉപയോഗിക്കുക. ബിഫോറിന്റെ കൂടെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അതുകൂടി ശ്രദ്ധിക്കണം. ഞാൻ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പറയാ ഐ ഹാവ് സീൻ ഹിം ബിഫോർ എന്നാണ്. ഇതിനു മുമ്പ് എന്ന് പറയുമ്പോൾ ബിഫോർ തന്നെയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, 2 ആഴ്ചയ്ക്ക് മുമ്പ് എന്നെല്ലാം പറയുമ്പോൾ എഗോ വേണം ഉപയോഗിക്കാൻ. ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഞാൻ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ അവനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു. ഐ സോ ഹിം എ ഫ്യൂ ഡേയ്സ് എഗോ. ഞാൻ അവനെ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഐ ഹാവിൻ സീൻ ഹിം. കുറച്ച് ദിവസങ്ങളായി, ഫോർ എ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഇൻ എ ഫ്യൂ ഡേയ്സ്. ഐ ഹാവിൻ സീൻ ഹിം ഫോർ എ ഫ്യൂ ഡേയ്സ്. ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവർ ഇതിനോടകം തിരിച്ചെത്തിയിട്ടുണ്ടാവേണ്ടതാണ്. നമ്മുടെ ഒരു ഊഹമാണ്. നമുക്കിങ്ങനെ ഊഹിക്കാൻ എന്തെങ്കിലും കാരണം കാണും, അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ നമുക്കൊരു കാര്യം ലോജിക്കലി കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ വെർബ് ഷുഡ് ആണ്. അവർ ഇതിനോടകം തിരിച്ചെത്തിയിട്ടുണ്ടാവേണ്ടതാണ്. ഇതിനോടകം, ബൈ നൗ. തിരിച്ചെത്തിയിട്ടുണ്ടാവേണ്ടതാണ്, പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ അതിനോടകം അവർ എത്തിയിട്ടുണ്ടാവേണ്ടതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷുഡിന് ശേഷം ഹാവ് ഉപയോഗിക്കും. ദേ ഷുഡ് ഹാവ് റിട്ടേൺഡ് ബൈ നൗ. മോഡൽ വേർബ്സിന് ശേഷം ഹാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പാസ്റ്റിനെ കുറിച്ചാണ്. മോഡൽ വേർബ്സിന് ശേഷം ബി വരുമ്പോൾ അല്ലെങ്കിൽ V1 വരുമ്പോൾ നമ്മൾ പറയുന്നത് പ്രസന്റിനെ കുറിച്ചാണ്. ഹാവിന് ശേഷം പിന്നെ നമുക്ക് മറ്റൊരു വെർബിന്റെ P3 കൂടി അവിടെ വേണ്ടി വരും. ദേ ഷുഡ് ഹാവ് റിട്ടേൺഡ് ബൈ നൗ. ബൈ നൗ എന്ന് പറയുമ്പോൾ ഇതിനോടകം, നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തിന് മുമ്പ്. ഇതൊരു ലോജിക്കൽ കൺക്ലൂഷൻ ആണ്. ഇങ്ങനെ നമ്മളൊരു കാര്യം യുക്തി ഉപയോഗിച്ച് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ വെർബ് ഷുഡ് ആണ്. എനിക്ക് 8 മണിയോടെ അവിടെ എത്തേണ്ടതുണ്ട്, ആവശ്യമുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹാവ് ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ നീഡ് ടു ഉപയോഗിക്കാം.
ഐ നീഡ് ടു ബി ദർ ബൈ 8 o'clock. 8 മണിയോടെ എന്ന് പറയുമ്പോൾ ബൈ 8 o'clock. 8 മണിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ബിഫോർ 8 o'clock. എറൗണ്ട് 8 o'clock എന്ന് പറയുമ്പോൾ അത് 8 മണിക്ക് ഏതാനും മിനിറ്റുകൾ മുമ്പും ആവാം, 8 മണിക്ക് ഏതാനും മിനിറ്റുകൾ ശേഷവും ആവാം. ബൈ എന്ന് പറയുമ്പോൾ പിന്നെ അത് 8 മണിക്ക് അപ്പുറത്തേക്ക് പോകരുത്, 8 മണിക്ക് മുമ്പ് പക്ഷെ ആവാം. ഐ നീഡ് ടു ബി ദർ ബൈ 8 o'clock. 8 മണിക്ക് അല്ലെങ്കിൽ അതിന് മുമ്പ് എന്നർത്ഥം. ഐ ഹാവ് ടു ബി ദർ ബൈ 8 o'clock എന്നും പറയാം. നമുക്ക് ഇനിയും കാത്തിരിക്കാനാവില്ല. നമ്മൾ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു, ഇനി പക്ഷെ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് കാത്തിരിക്കാനാവില്ല. വി കനോട്ട് വെയിറ്റ്. ഇനിയും, ഇതുവരെ കാത്തിരുന്നു, ഇനിയും സാധിക്കില്ല എന്ന് പറയാൻ നമുക്കിവിടെ എനി ലോങ്ങർ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. വി കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. നമുക്ക് ഇതിൽ കൂടുതൽ, ഇവിടെ ഇനിയും എന്ന് കണ്ട് സ്റ്റിൽ എന്ന് ഉപയോഗിക്കരുത്, ഇതിൽ കൂടുതൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുപയോഗിക്കുന്ന എക്സ്പ്രഷൻ എനി ലോങ്ങർ ആണ്. വി കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ അല്ലെങ്കിൽ വി ക്യാൻ നോ ലോങ്ങർ വെയിറ്റ്. നോ ലോങ്ങർ തന്നെയാണ് നോട്ട് എനി ലോങ്ങർ. വി ക്യാൻ നോ ലോങ്ങർ വെയിറ്റ്. ഇതുവരെ നമ്മൾ കാത്തിരുന്നു, ഇനി പക്ഷെ നമുക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് എനി ലോങ്ങറിന് പകരം എനി മോർ ഉപയോഗിക്കാം, പക്ഷെ നോ ലോങ്ങറിന് പകരം നോ മോർ ഉപയോഗിക്കരുത്. നമ്മൾ എനി ലോങ്ങറിനെ കുറിച്ചും നോ ലോങ്ങറിനെ കുറിച്ചും ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കണ്ടു നോക്കൂ. ഇതിൽ കൂടുതൽ സമയം ആ ഒരു അർത്ഥത്തിലാണ് നമ്മളിവിടെ എനി ലോങ്ങർ ഉപയോഗിക്കുന്നത്. നീ വൈകരുത്. രണ്ട് രീതിയിൽ പറയാം. ഓർഡറായി പറയാം. അങ്ങനെ വരുമ്പോൾ ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഡോണ്ട് ഉപയോഗിച്ച് തുടങ്ങാം. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യുക. ഡോണ്ട് ബി ലേറ്റ്. വൈകരുത്. ഡോണ്ട് ലേറ്റ് അല്ല, ഡോണ്ട് ബി ലേറ്റ്. ലേറ്റ് അജക്റ്റീവ് ആണ്. നമുക്കൊരു വെർബിന് ശേഷം അജക്റ്റീവ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആ വെർബിനും അജക്റ്റീവിനും ഇടയിൽ ബി ഉപയോഗിക്കണം. ഐ വിൽ ലേറ്റ് എന്ന് നമുക്ക് പറയരുത്. ഞാൻ വൈകും എന്ന് പറയാൻ ഐ വിൽ ബി ലേറ്റ് എന്ന് തന്നെ വേണം പറയാൻ. വില്ലിനും ലേറ്റിനും ഇടയിൽ ബി എന്ന വെർബ് അവിടെ വേണം. ഒരു വെർബിനും അജക്റ്റീവിനും ഇടയിൽ നമുക്ക് ബി എന്ന വെർബിന്റെ ആവശ്യമുണ്ട്. ഡോണ്ട് ബി ലേറ്റ്. ഇത് തന്നെ ഒരു അഡ്വൈസ് പോലെയോ അല്ലെങ്കിൽ ഒരു വാണിംഗ് പോലെയോ പറയുന്ന സമയത്ത് നമുക്കിവിടെ മസ്റ്റ് ഉപയോഗിക്കാം, ഷുഡ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ അതിന് സബ്ജക്റ്റും ഉണ്ടായിരിക്കണം. യു ഷുഡിൻ ബി ലേറ്റ് ഫോർ സ്കൂൾ. നീ സ്കൂളിലേക്ക് വൈകാൻ പാടില്ല. യു ഷുഡിൻ ബി ലേറ്റ്. നീ വൈകരുത്. യു മസ്റ്റ് നോട്ട് ബി ലേറ്റ് എന്നും പറയാം. ആദ്യത്തെ സെന്റൻസ് ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അതിന്റെ കൂടെ നമ്മൾ സബ്ജക്റ്റായി യു ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കരുത്. ഇംപറേറ്റീവ്സിന്റെ കൂടെ നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിക്കില്ല. രണ്ടാമത് എഴുതിയത് ഒരു സാധാരണ സെന്റൻസ് ആണ്. ഒരു അഡ്വൈസ് പോലെ അല്ലെങ്കിൽ ഒരു വാണിംഗ് പോലെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഷുഡോ മസ്റ്റോ ഉപയോഗിക്കുമ്പോൾ അതിന് സബ്ജക്റ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. യു ഷുഡ് നോട്ട് ബി ലേറ്റ് അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് ബി ലേറ്റ്. ഇത് തന്നെ ഡോണ്ട് ഉപയോഗിച്ച് പറയുമ്പോൾ ഡോണ്ട് ബി ലേറ്റ്. യു ഡോണ്ട് ബി ലേറ്റ് എന്ന് പറയരുത്. നീ വരുന്നില്ലെന്ന് നീ എന്നോട് പറയണമായിരുന്നു. നീ എന്നോട് പറയണമായിരുന്നു. പറഞ്ഞില്ല, പക്ഷെ ചെയ്യണമായിരുന്നു. ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാൻ നമ്മൾ ഷുഡ് ഹാവ് പ്ലസ് വി 3 ആണ് ഉപയോഗിക്കുക. നീ എന്നോട് പറയണമായിരുന്നു. യു ഷുഡ് ഹാവ് ടോൾഡ് മീ. നീ വരുന്നില്ല. യു ആർ നോട്ട് കമ്മിങ്. നമുക്കിതിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. യു ഷുഡ് ഹാവ് ടോൾഡ് മീ ദാറ്റ് യു വർ നോട്ട് കമ്മിങ്. യു ആർ നോട്ട് കമ്മിങ് അല്ല, നമ്മൾ പാസ്റ്റിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ പോരാ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. യു ഷുഡ് ഹാവ് ടോൾഡ് മീ ദാറ്റ് യു വേർ ഇൻ കമ്മിങ്. യു ആർ ഇൻ കമ്മിങ് അല്ല, യു വേർ ഇൻ കമ്മിങ്. അതൊരു ആക്സിഡന്റ് ആയിരുന്നിരിക്കാം. നമുക്കറിയില്ല, നമ്മൾ ഊഹിച്ചു പറയുകയാണ്. അതൊരു ആക്സിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻ ആക്സിഡന്റ് അല്ലെ. ആക്സിഡന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എൻ ആക്സിഡന്റ്. ഇനി ആയിരുന്നിരിക്കാം എന്ന് പറയുമ്പോഴോ, അങ്ങനെ വരുമ്പോൾ ഈസും വാസും ഒന്നും ഉപയോഗിച്ചാൽ പോരാ, നമുക്ക് മോഡൽ വേർബ്സ് ഉപയോഗിക്കണം. നമുക്ക് മേ ഉപയോഗിക്കാം, മൈറ്റ് ഉപയോഗിക്കാം, കുഡ് ഉപയോഗിക്കാം. ഇനി ആക്സിഡന്റ് ആയിരുന്നിരിക്കണം എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. ഇവിടെ നമുക്കിത് മേ ഉപയോഗിച്ച് പറയാം. പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മേക്ക് ശേഷം ഹാവ് വേണം. പിന്നെ ഹാവിന് ശേഷം ഒരു വി 3യും വേണ്ടി വരും. ആക്സിഡന്റ് ആണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ച ഓക്സിലറി വെർബ് ഈസ് അല്ലേ. ആക്സിഡന്റ് ആയിരുന്നിരിക്കാം എന്ന് പറയുമ്പോൾ ആ ഈസിന്റെ വി 3 ആയ ബീനാണ് പിന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ ഹാവ് ബീൻ എൻ ആക്സിഡന്റ്. ഇറ്റ് മേ ഹാവ് ബീൻ എൻ ആക്സിഡന്റ്. ഇറ്റ് മേ ഹാവ് എൻ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഹാവിന് ശേഷം ഒരു വി 3 വേണം. ഇവിടെ നമുക്ക് ആക്ഷൻ വേർബ്സ് ഒന്നുമില്ല, ആയിരിക്കാം എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിയുടെ വി 3 ആയ ബീനാണ് ഉപയോഗിച്ചത്. മേക്ക് പകരം നമുക്കിവിടെ മൈറ്റ് ഉപയോഗിക്കാം, കുഡ് ഉപയോഗിക്കാം, മസ്റ്റ് ഉപയോഗിക്കാം. ഇറ്റ് കുഡ് ഹാവ് ബീൻ എൻ ആക്സിഡന്റ്. അതൊരു ആക്സിഡന്റ് ആയിരുന്നിരിക്കാം. മേ കൂടുതൽ സാധ്യത കാണിക്കുമ്പോൾ മൈറ്റും കുഡും കുറവ് സാധ്യതയെ കാണിക്കുന്നുള്ളൂ. മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം അതൊരു ആക്സിഡന്റ് ആയിരുന്നിരിക്കണം എന്നാവും. അവൻ എന്നെ ക്ഷണിച്ചില്ല. ഹി ഡിഡിൻറ്റ് ഇൻവൈറ്റ് മീ. അവൻ മറന്നിട്ടുണ്ടാവണം.
ക്ഷണിക്കാത്തതിന് കാരണമായിട്ടാണ് പറയുന്നത്. പാസ്റ്റിലുള്ള കാര്യം തന്നെയാണ്. ക്ഷണിച്ചില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിനെ കുറിച്ചാണ് എന്ന് വ്യക്തമാണ്. മറന്നിട്ടുണ്ടാവണം. ഹി മസ്റ്റ് ഹാവ് ഫൊർഗോട്ടൻ. അവൻ മറന്നിട്ടുണ്ടാവണം. ഹി മസ്റ്റ് ഹാവ് ഫൊർഗോട്ടൻ. ഇവിടെ മസ്റ്റിന് ശേഷം നമ്മൾ ഹാവ് പ്ലസ് വി 3 ഉപയോഗിച്ചു. മോഡൽ വെർബിന് ശേഷം ഹാവ് പ്ലസ് വി 3 വരുമ്പോൾ പാസ്റ്റ് ആണ്. മോഡൽ വെർബിന് ശേഷം V1 അല്ലെങ്കിൽ ബി വരുമ്പോൾ പ്രസന്റോ ഫ്യൂച്ചറോ ആണ്. ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. മറന്നിട്ടുണ്ടാവണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്. മറന്നിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മേയോ മൈറ്റോ കുഡോ ആണ് ഉപയോഗിക്കുക. ഹി മേ ഹാവ് ഫൊർഗോട്ടൻ. എൻ്റെ പേഴ്സ് ടേബിളിൽ വെച്ചത് ഞാൻ ഓർക്കുന്നു. ഞാൻ ഓർക്കുന്നു. ഐ റിമെമ്പർ. ഈ വെർബ് നമ്മൾ ING ഫോമിൽ യൂസ് ചെയ്യില്ല. ഐ എം റിമെമ്പറിങ് അല്ല, ഐ റിമെമ്പർ. പേഴ്സ് ടേബിളിൽ വെച്ചത്. ഐ റിമെമ്പർ ലീവിങ് മൈ പേഴ്സ് ഓൺ ദ ടേബിൾ. ഐ റിമെമ്പർ ലീവിങ് മൈ പേഴ്സ് ഓൺ ദ ടേബിൾ. അത് അവിടെ തന്നെ ഉണ്ടാവണം. പേഴ്സ് ടേബിളിൽ വെച്ച കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ടാവണം. എനിക്ക് ഉറപ്പാണ് അത് അവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന്. ഇറ്റ് മസ്റ്റ് ബി ദർ. മസ്റ്റ് ഹാവ് ബീൻ അല്ല, ഇറ്റ് മസ്റ്റ് ബി ദർ. അത് അവിടെ തന്നെ ഉണ്ടാവണം. പ്രസന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് വിൽ ബി ദർ എന്ന് പറയുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും. ഇറ്റ് മേ ബി ദർ എന്ന് പറയുമ്പോൾ അത് അവിടെ ഉണ്ടാവാം. മൈറ്റ് ആവുമ്പോൾ സാധ്യത കുറഞ്ഞുപോയി. ഇറ്റ് മസ്റ്റ് ബി ദർ എന്ന് പറയുന്നത് ഉണ്ടാവണം എന്ന അർത്ഥത്തിലാണ്. അവൾ 5 മണിക്ക് ഓഫീസിൽ നിന്നും ഇറങ്ങിയതാണ്. ഷീ ലെഫ്റ്റ് ഓഫീസ് അറ്റ് 5. 5 മണിക്ക് ഇറങ്ങിയതാണ്. അതുകൊണ്ട് അവൾ ഉടനെ ഇവിടെ എത്തേണ്ടതാണ്. ഇവിടെ അവൾ ഉടനെ എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. 5 മണിക്ക് അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി ഇപ്പൊ ഈ സമയത്ത് അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ വെർബ് ഷുഡ് ആണ്. ഷീ ലെഫ്റ്റ് ഓഫീസ് അറ്റ് 5. സോ ഷീ ഷുഡ് ബി ഹിയർ സൂൺ. അവൾ ഉടനെ തന്നെ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഷീ ഷുഡ് ബി ഹിയർ സൂൺ. ഷീ മസ്റ്റ് ബി ഹിയർ സൂൺ എന്നും നമുക്ക് പറയാം. ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ വില്ല് ഉപയോഗിച്ചാലും തെറ്റല്ല. നമ്മൾ ഈ മോഡൽ വെർബ്സ് ഉപയോഗിക്കുമ്പോൾ മീനിങ്ങിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത്. അതിനുശേഷം ഉപയോഗിക്കുന്ന സ്ട്രക്ചർ പക്ഷെ നമ്മൾ കറക്റ്റായി തന്നെ ഉപയോഗിക്കണം. ബി ഉപയോഗിക്കേണ്ടടുത്ത് ഹാവ് ഉപയോഗിക്കരുത്. ഹാവ് ഉപയോഗിക്കേണ്ടടുത്ത് ബിയും ഉപയോഗിക്കരുത്. നിനക്ക് അവനോട് പറയേണ്ട കാര്യമില്ലായിരുന്നു. ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്തു. അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന നീഡ് ഇൻ ഹാവ് പ്ലസ് വി 3 ആണ്. നിനക്ക് അവനോട് പറയേണ്ട കാര്യമില്ലായിരുന്നു. യു നീഡ് ഇൻ ഹാവ് ടോൾഡ് ഹിം. യു നീഡ് ഇൻ ഹാവ് ടോൾഡ് ഹിം. യു നീഡ് ഇൻ ടെൽ ഹിം എന്ന് പറയുമ്പോൾ പറയേണ്ട കാര്യമില്ല എന്നാണ്. കാര്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ യു നീഡ് ഇൻ ഹാവ് ടോൾഡ് ഹിം. ഹാവ് പ്ലസ് വി 3. നീ അവനോട് പറയരുതായിരുന്നു. ഇവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡ് ആണ്. യു ഷുഡിൻ ഹാവ് ടോൾഡ് ഹിം. നീ അവനോട് പറയരുതായിരുന്നു. യു ഷുഡിൻ ഹാവ് ടോൾഡ് ഹിം. ഞാൻ അവനോട് പറയില്ലായിരുന്നു. ഇപ്പം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. ഐ വുഡിൻ ഹാവ് ടോൾഡ് ഹിം. ഇപ്പം നമ്മൾ ഉപയോഗിച്ചത് വുഡാണ്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഇങ്ങനെ ഇമാജിനറി ആയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ മെയിൻലി വുഡ് ഉപയോഗിക്കുന്നത്. ഐ വുഡിൻ ഹാവ് ടോൾഡ് ഹിം. എനിക്ക് ഇന്നലെ രാത്രി പുറത്തു പോവാൻ കഴിയുമായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുഡ് ഹാവ് പ്ലസ് വി 3 ആണ്. ഐ കുഡ് ഹാവ് ഗോൺ ഔട്ട് ലാസ്റ്റ് നൈറ്റ്. എനിക്ക് ഇന്നലെ രാത്രി പുറത്തു പോവാൻ കഴിയുമായിരുന്നു, പക്ഷെ വീട്ടിലിരിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഞാൻ തീരുമാനിച്ചു. ബട്ട് ഐ ഡിസൈഡഡ്. വീട്ടിലിരിക്കാൻ, ടു സ്റ്റേ അറ്റ് ഹോം. ഐ കുഡ് ഹാവ് ഗോൺ ഔട്ട് ലാസ്റ്റ് നൈറ്റ് ബട്ട് ഐ ഡിസൈഡഡ് ടു സ്റ്റേ അറ്റ് ഹോം. പക്ഷെ ഞാൻ വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു. ചെയ്യാൻ കഴിയുമായിരുന്നു, ചെയ്തില്ല എന്ന് പറയാൻ കുഡ് ഹാവ് പ്ലസ് വി 3 ഉപയോഗിക്കുക. ഞാൻ ഇന്നലെ രാത്രി പുറത്തു പോവുമായിരുന്നു. പോയില്ല, പക്ഷെ പോവുമായിരുന്നു. ഇമാജിനറി ആയ സിറ്റുവേഷൻ ആണ്. ഐ വുഡ് ഹാവ് ഗോൺ ഔട്ട് ലാസ്റ്റ് നൈറ്റ്. പോവാൻ കഴിയുമായിരുന്നു എന്നോ പോവണമായിരുന്നു എന്നോ അല്ല പറയുന്നത്, പോവുമായിരുന്നു എന്നാണ്. ഐ വുഡ് ഹാവ് ഗോൺ ഔട്ട് ലാസ്റ്റ് നൈറ്റ്. പക്ഷെ എനിക്ക് ഒത്തിരി ജോലി ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് ഐ ഹാഡ് സോ മച്ച് വർക്ക് ടു ഡു. അല്ലെങ്കിൽ ബട്ട് ഐ ഹാഡ് ടു മച്ച് വർക്ക് ടു ഡു. പക്ഷെ എനിക്ക് ഒത്തിരി ജോലി ചെയ്യാനുണ്ടായിരുന്നു. ഐ ഹാഡ് ടു മച്ച് വർക്ക് ടു ഡു. ടു നിർബന്ധമൊന്നുമില്ല, മച്ച് വർക്ക് ടു ഡു എന്ന് പറഞ്ഞാലും മതി. ഇത് ചെയ്യുമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ വുഡ് ഹാവ് പ്ലസ് വി 3 ഉപയോഗിക്കുന്നത്. ചെയ്യണമായിരുന്നു എന്ന് പറയാൻ ഷുഡ് ഹാവ് പ്ലസ് വി 3. ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ വുഡ് ഹാവ് പ്ലസ് വി 3. നീ അവനോട് ഇനി ഒരിക്കലും സംസാരിക്കരുത്. ഓർഡറാണ്. യു മസ്റ്റ് നോട്ട് ടോക്ക് ടു ഹിം എവർ അഗെയിൻ. നോട്ട് എവർ അഗെയിൻ തന്നെയാണ് നെവർ. ഇനി ഒരിക്കലും എന്ന് പറയാനാണ് എവർ അഗെയിൻ എന്ന് പറയുന്നത്. യു മസ്റ്റ് നോട്ട് ടോക്ക് ടു ഹിം എവർ അഗെയിൻ അല്ലെങ്കിൽ യു മസ്റ്റ് നെവർ ടോക്ക് ടു ഹിം അഗെയിൻ. നെവർ അഗെയിൻ തന്നെയാണ് നോട്ട് എവർ അഗെയിൻ. ഇത് തന്നെ ഇമ്പറേറ്റീവ് സെന്റൻസ് ആയി നമുക്ക് പറയാം. ഡോണ്ട് ടോക്ക് ടു ഹിം എവർ അഗെയിൻ. ഇനി അവനോട് സംസാരിക്കരുത്. ഡോണ്ട് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പിന്നെ അവിടെ യു ഇല്ല.
മസ്റ്റോ ഷുഡോ എല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ സബ്ജക്റ്റായി യു ഉപയോഗിക്കണം. എനിക്ക് ഇന്ന് അല്പം നേരത്തെ പോവേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആവശ്യമുണ്ട്. അല്പം നേരത്തെ, എ ലിറ്റിൽ ഏർലി. എനിക്ക് പോവേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ എ ലിറ്റിൽ ഏർലി ടുഡേ. ഐ ഹാവ് ടു ഗോ അല്ലെങ്കിൽ ഐ ഹാവ് ടു ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ. ഞാൻ ഇന്ന് രാത്രി പുറത്തു പോയേനെ. എനിക്ക് ഇന്ന് രാത്രി പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാഹചര്യമില്ല. ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ ആവശ്യമായ സാഹചര്യം ഇല്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ വെർബ് വുഡ് ആണ്. പോയേനെ. ഐ വുഡ് ഗോ ഔട്ട് ടു നൈറ്റ്. ഞാൻ ഇന്ന് രാത്രി പുറത്തു പോയേനെ, പക്ഷെ എനിക്ക് ഒത്തിരി ജോലി ചെയ്യാനുണ്ട്. ബട്ട് ഐ ഹാവ് ടു മച്ച് ടു ഡു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെയ്തേനെ എന്ന് പറയാൻ വുഡ് ഉപയോഗിക്കുക. ഞാൻ പോയേനെ, ഐ വുഡ് ഗോ. ഞാൻ വന്നേനെ, ഐ വുഡ് കം. ഞാൻ സഹായിച്ചേനെ, ഐ വുഡ് ഹെൽപ്പ്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറയുമ്പോൾ ഐ വിൽ ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും എന്ന് പറയുമ്പോഴോ, അങ്ങനെ വരുമ്പോൾ നമ്മൾ മേക്ക് ശേഷം ബി ഏബിൾ ടു യൂസ് ചെയ്യും. ഐ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു അല്ലെങ്കിൽ ഐ മൈറ്റ് ബി ഏബിൾ ടു ഹെൽപ്പ് യു. ക്യാൻ എന്നതിൻ്റെ അതേ മീനിങ് വരുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് ബി ഏബിൾ ടു. ക്യാനിനും കുഡിനും ശേഷം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല, പക്ഷെ മറ്റു മോഡൽ വേർബ്സിന് ശേഷം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് കഴിഞ്ഞേക്കും എന്ന് പറയാനാണ് ഐ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു എന്ന് പറയുന്നത്. മേക്ക് പകരം മൈറ്റ് ഉപയോഗിക്കാം. നീ എത്ര കാലമായി ഇവിടെ താമസിക്കുന്നു? ഏത് ടെൻസാ ഉപയോഗിക്കുക? പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങി പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വേണം ഉപയോഗിക്കാൻ. എത്ര കാലമായി? ഹൗ ലോങ്. ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ പിന്നെ ഓക്സിലറി വെർബ് ആദ്യം വരും. ഹാവ് യു ബീൻ ലിവിങ് ഹിയർ. ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഹിയർ? 10 വർഷമായെങ്കിലോ? ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 ഇയേഴ്സ്. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 ഇയേഴ്സ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഹിയർ? നീ കുറേ നേരമായി കാത്തു നിൽക്കുകയാണോ? ഇതും ക്വസ്റ്റ്യൻ ആണ്. കുറേ നേരമായി. ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ ലോങ്? ഫോർ ലോങ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം എന്ന് ചോദിക്കാം. ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം? പെട്ടെന്നാവട്ടെ, ഹറി അപ്പ്. അവർ നമ്മളെ കാത്തിരിക്കുകയായിരിക്കും. ഏത് ടെൻസ് അവിടെ ഉപയോഗിക്കുക? ഈ ഒരു കാര്യം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അവരൊരു പക്ഷെ ഇപ്പം തന്നെ കാത്തിരിക്കുന്ന കാര്യമായിരിക്കാം നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം അവർ ആ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. രണ്ടായാലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് വേണം ഉപയോഗിക്കാൻ. ഹറി അപ്പ്, ദേ വിൽ ബി വെയിറ്റിംഗ് ഫോർ അസ്. അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നിരിക്കും. ദേ വിൽ ബി വെയിറ്റിംഗ് ഫോർ അസ്. ദേ ആർ എന്ന് പറയുമ്പോൾ ഇപ്പം കാത്തിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ദേ വേർ എന്ന് പറയുമ്പോൾ കാത്തിരിക്കുക ആയിരുന്നു എന്നാണ് അർത്ഥം. കാത്തിരിക്കുകയായിരിക്കും എന്ന് പറയാൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ദേ വിൽ ബി വെയിറ്റിംഗ് ഫോർ അസ്. നീ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാവും. ഭാവിയിൽ ഒരു കാര്യം ഒരു സമയത്ത് നടന്നിട്ടുണ്ടാവും എന്ന് പറയാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് വേണം ഉപയോഗിക്കാൻ. ട്രെയിൻ പോയിട്ടുണ്ടാവും. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോം അറിയാമല്ലോ, വിൽ ഹാവ് പ്ലസ് V3 ആണ്. നീ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും, എത്തുമ്പോഴേക്കും ബൈ ദ ടൈം. നീ സ്റ്റേഷനിൽ എത്തുക, യു റീച്ച് ദ സ്റ്റേഷൻ. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ദ ടൈം യു റീച്ച് ദ സ്റ്റേഷൻ. നീ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടാവും. രണ്ട് കാര്യങ്ങളും ഫ്യൂച്ചറിൽ നടക്കാനുള്ളതാണ്. മെയിൻ ക്ലോസിൽ മാത്രമാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ചത്. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് യു റീച്ച് എന്നാണ് പറയുന്നത്. അതങ്ങനെയാണ്. രണ്ട് ക്ലോസിലും നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കില്ല. ഭാവിയിൽ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മെയിൻ ക്ലോസിൽ മാത്രം സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുക, സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. ബൈ ദ ടൈം യു വിൽ റീച്ച് ദ സ്റ്റേഷൻ എന്ന് പറയരുത്, യു റീച്ച് ദ സ്റ്റേഷൻ. അവർ എന്നെ അവരുടെ പാർട്ടിക്ക് ക്ഷണിച്ചില്ല. ദേ ഡിഡിൻറ്റ് ഇൻവൈറ്റ് മീ ടു ദെയർ പാർട്ടി. അതുകൊണ്ട് ഞാൻ പോയില്ല. സോ ഐ ഡിഡിൻറ്റ് ഗോ. രണ്ടിലും സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ദേ ഡിഡിൻറ്റ് ഇൻവൈറ്റ് മീ ടു ദെയർ പാർട്ടി, സോ ഐ ഡിഡിൻറ്റ് ഗോ. ഞാൻ പോയതുമില്ല. അവരെന്നെ ക്ഷണിച്ചിട്ടില്ല. ദേ ഹാവിൻറ്റ് ഇൻവൈറ്റഡ് മീ. അതുകൊണ്ട് ഞാൻ പോകുന്നുമില്ല. ഇവിടെ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? ഇവിടെ ഉപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഞാൻ ഇപ്പോഴേ എടുത്ത തീരുമാനമാണ്. ഫ്യൂച്ചർ ഇവന്റ് ആണ്, പക്ഷെ തീരുമാനം ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ ഐ ആം നോട്ട് ഗോയിങ്. ദേ ഹാവിൻറ്റ് ഇൻവൈറ്റഡ് മീ, സോ ഐ ആം നോട്ട് ഗോയിങ്. ഐ വിൽ നോട്ട് ഗോ എന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല എന്ന അർത്ഥം വരും. ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ ഐ ആം നോട്ട് ഗോയിങ് എന്ന് തന്നെ പറയാം. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഈ ലെസൺ മുഴുവൻ കണ്ടവർക്ക്, അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസും കണ്ടവർക്ക് ഈ ഹോംവർക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ സെൻറ്റൻസസിനെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ആൻസേഴ്സ് നിങ്ങൾക്ക് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് തീർച്ചയായും ചോദിക്കാം.
ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ കമൻസിൽ ഒരു നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.